ഇന്നുച്ചയ്ക്ക് ബാത്റൂം ഏരിയയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. അവിടെ ആകെ ജിൻഡോയും പിന്നെ അപ്സരയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരുമിച്ച് തൊട്ടടുത്തടുത്ത് നിൽക്കുന്നു. ജിൻഡോ പുറകെ നിൽക്കുന്നു. എന്നിട്ട് അപ്സര ജിൻഡോയുടെ അടുത്ത് കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് അവർ കണ്ണാടിയിൽ നോക്കുകയാണ്. എന്നിട്ട് അവർ ഓരോ രീതിയിൽ ഇങ്ങനെ ജിൻഡോയോട് നിർദ്ദേശങ്ങൾ അപ്സരക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ മൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് ജിൻഡോയും വളരെ താല്പര്യപൂർവ്വം കേൾക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പിറകിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്സരയുടെ ബുദ്ധി അപാരം തന്നെയാണ്. അതായത് അപ്സരയ്ക്കറിയാം ജിൻഡോയാണ് ഇപ്പോൾ ഇവിടെ താരം, അതായത് കത്തി നിൽക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും ജിൻഡോ ഈ ടാസ്കിൻ്റെ കാര്യമായാലും വിവാദങ്ങളുടെ കാര്യമായാലും സ്ട്രാറ്റജിയുടെയോ അല്ലെങ്കിൽ പലതരം ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളിലായാലും ജിൻഡോ ആണ് അവിടെ ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്ന ഒരു വ്യക്തി. അതായത് അവിടുത്തെ സ്റ്റാർ പെർഫോമർ ജിൻഡോയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ആ ജിൻഡോയുടെ ആ സ്ക്രീൻ പ്രസൻസ് അപ്സര അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ജിൻഡോയുടെ കൂടെ ജിൻഡോയിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ അവിടെ ജിൻഡോയെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പാട്ട് ജിൻഡോയ്ക്കും ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ആ പാട്ട് പാടുന്നുണ്ട്. ജിൻഡോയെ ആ സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്സര. എന്നിട്ട് ഒരുമിച്ച് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ജിൻഡോയുടെ കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചാൽ അത് പ്രേക്ഷകർ കൂടുതൽ കാണും, ഏറ്റെടുക്കും. അപ്പോൾ അപ്സരയ്ക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അങ്ങനെ കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ കിട്ടുകയും വോട്ടിങ്ങിൽ നില മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള നല്ല ഒരു സ്ട്രാറ്റജി തന്നെയാണ് അപ്സരയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു. നന്നായിട്ട് രണ്ടുപേരും അവിടെ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പോഴത്തേക്കും അർജുനും പിന്നെ റസ്മിനും വന്നതോടുകൂടി ജിൻഡോ അവിടെ ഉരുണ്ട് കളിച്ച് നിർത്താതെ ചിരിക്കുന്ന പോലെയൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് ഇവിടുത്തെ പരിപാടി? അപ്പോൾ ജിൻഡോ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു ടൈം പാസ്സാണ്. എന്തായാലും അപ്സരയും ജിൻഡോയും തകർത്തു എന്ന് തന്നെ പറയാം.